കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. May the word of my mouth and the meditation of our hearts be acceptable in your sight, O God, our rock and our redeemer. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമേ യഹോവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. Amen. Yesterday we started with John chapter 17 verse 21. ഇന്നലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ നിന്നാണ് നാം ധ്യാനിച്ചത്. That they all may be one. 17 അധ്യായം 21 വാക്യം, പിതാവേ അവർ എല്ലാവരും ഒന്നാകേണ്ടത് തന്നെ എന്ന വാക്യം. And we moved on to understand that oneness is about affirming manyness. ഏകത അല്ലെങ്കിൽ ഐക്യത എന്ന് പറയുന്നത് വൈവിധ്യങ്ങളാണ്. വൈവിധ്യങ്ങളെ പരിപോഷിപ്പിക്കുന്നതാണ് ഐക്യത എന്ന് ഇന്നലെ നമ്മൾ ചിന്തിച്ചു. Today I invite you to focus on one of the records of Jesus' post-resurrection appearance as recorded in John. ഇന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള സംഭവങ്ങളെയാണ് പരാമർശിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. It is recorded in the fourth gospel, the gospel according to St. John, chapter 20, verses 19 to 29. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. I'd request Achan to read that in Malayalam for us so that we could concentrate and focus on this passage. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 19 മുതൽ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവനോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. In this particular passage, we see Jesus appearing to 10 disciples
and later again along with Thomas the twin. ഈ ഒരു വേദഭാഗത്തിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആദ്യം 10 ശിഷ്യന്മാരെയും പിന്നീട് ദിദിമോസ് എന്ന തോമസിനെയും കണ്ടുമുട്ടുന്നതാണ് നാം വായിക്കുന്നത്. I invite you to focus on St. Thomas and St. Thomas's witness in this passage. St. Thomas, by whose name you are known among all people. വിശുദ്ധ തോമസ് അപ്പോസ്തലനെ പറ്റിയും തോമസ് അപ്പോസ്തലന്റെ സാക്ഷ്യത്തെയും വാക്കുകളെയും ശ്രദ്ധിക്കുവാൻ പ്രത്യേകമായി സെന്റ് തോമസിന്റെ പൈതൃകം അവകാശപ്പെടുന്ന നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. In doing this, I am aware of the fact that I am trying to bring coal to Newcastle. ഇത് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ കൊല്ലക്കുടിയിൽ സൂചി വിൽക്കാൻ ശ്രമിക്കുകയാണ്. You have been exposing this passage time and again, I am sure. ഈ ഒരു വേദഭാഗം പലവുരു നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സുപരിചിതമാണ്. I invite you to look at it afresh again. നിങ്ങൾക്ക് സുപരിചിതമായ ഈ വേദഭാഗത്തെ പുതിയ കാഴ്ചപ്പാടോടുകൂടി കാണുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. Firstly, ഒന്നാമതായി verse 19 says, late that Sunday evening, when the disciples were together behind locked doors for fear of the Jews, Jesus came and stood among them. 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിനം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തെ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. And one of them was not there. ആ ശിഷ്യന്മാരിൽ ഒരുവൻ അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. It was a context of fear. അത് ഭയം നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. It was a context when they were haunted by the context. ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ വളരെയധികം ഭയാകുലരായിരുന്ന ഒരു ശിഷ്യരെയാണ് നാം അവിടെ കാണുന്നത്. It is a context when they were hunted down. ശിഷ്യന്മാർ ഓരോരുത്തരും യഹൂദന്മാരാൽ ഭയപ്പെട്ട് യഹൂദന്മാർ അവരെ ആക്രമിക്കുവാൻ സന്നദ്ധരായി നിൽക്കുന്ന ഒരു സാഹചര്യം. Already Peter was identified. പത്രോസ് യഹൂദന്മാർ പത്രോസിനെ വേട്ടയാടുവാൻ തീരുമാനിച്ചിരുന്നു. Already they started saying, you were also with him. നീയും അവനോട് കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഉള്ള ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു. They were already beginning to be labeled by the accent of their speech as Galilean. അവരുടെ ഉച്ചാരണം നിമിത്തം ഗലീലക്കാരെന്ന് മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങിയിരുന്നു. It was a context where they are going to be arrested if they are going to be outside. പുറത്തിറങ്ങിയാൽ പിടിക്കപ്പെടും എന്നൊരു സാഹചര്യത്തിലാണ് ശിഷ്യന്മാർ. The body of Jesus was missing. യേശുവിൻ്റെ ഭൗതിക ശരീരം എവിടെയെന്ന് ആർക്കും അറിയില്ല. The administration was already going to make stories on how suddenly somebody came and took away the body. അപ്രത്യക്ഷമായ യേശുവിൻ്റെ ശരീരം ആരോ എടുത്തുകൊണ്ടുപോയി എന്നുള്ള കഥകളൊക്കെ അന്നത്തെ അധികാരികൾ മെനയുവാൻ ആരംഭിച്ചിരുന്നു. You know, when somebody is suspected and is missing, the next of kin is always taken. ആരെങ്കിലും കാണാതായാൽ നമുക്കറിയാം അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ആദ്യം അവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. So if this man Jesus is missing even from the tomb, definitely these are the people who are going to be picked up next. ആ ഒരു ശവ കുടീരത്തിൽ നിന്ന് യേശുവിൻ്റെ ശരീരം കാണാതാകുമ്പോൾ യേശുവിനോടൊപ്പം സഞ്ചരിച്ചവർ തന്നെയാണ് ആദ്യമായി സംശയത്തിൻ്റെ നിഴലിൽ വരിക. I am not sure if you were in such context. I can vouch for the fact your hands will tremble, your legs will tremble. However powerful you are, that is a context of fear, total paralyzation. അത്തരമൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ലെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും, എത്ര ശക്തിമാൻ എന്ന് അഭിമാനിക്കുന്നവനാണെങ്കിലും അത്തരമൊരു സാഹചര്യത്തിൽ അവൻ ആകെ തളർന്നു പോകും. But St. Thomas was not there. എന്നാൽ നാം കാണുന്നത് തോമസ് അപ്പോസ്തലൻ അപ്പോൾ അവരോടൊപ്പം ഇല്ലായിരുന്നു He എന്നുള്ളതാണ്. was outside those closed doors. അടച്ചിട്ട വാതിലുകൾക്ക് പുറത്താണ് തോമസ് അപ്പോസ്തലൻ. While there are different ways of interpreting where else he would have been,
തോമസ് അപ്പോസ്തലൻ അന്ന് എവിടെയായിരുന്നു എന്നതിനെപ്പറ്റി പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും I would like to believe that he dared to be different. എന്നാൽ എനിക്ക് വിശ്വസിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത് തോമസ് അപ്പോസ്തലൻ വ്യത്യസ്തനാകുവാനുള്ള ധൈര്യം കാട്ടി എന്ന് തന്നെയാണ്. He dared to overcome fear. അന്ന് നിറഞ്ഞിരുന്ന ഭയത്തിൻ്റെ മാരകമായ അന്തരീക്ഷത്തെയൊക്കെയും അതിജീവിക്കുവാനും പ്രതിരോധിക്കുവാനും തോമസ് അപ്പോസ്തലൻ മുൻകൈയെടുത്തു, അതിന് ധൈര്യം കാട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I would like to think that he dared to take the risk. അപകട സാധ്യതയുണ്ടെങ്കിലും അതിനെ ഏറ്റെടുക്കുവാനുള്ള ധൈര്യം കാട്ടിയവനാണ് തോമസ് അപ്പോസ്തലൻ എന്ന് ചിന്തിക്കുവാനാണ് എനിക്ക് താല്പര്യം. He decided to stick his head out. ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുവാനും അതിനുള്ള ധൈര്യം ഈ മനുഷ്യനുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. I'd like to think this way because he probably has imbibed this virtue, this value from his master, our Lord Jesus the Christ. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ യജമാനനായ യേശു കർത്താവിൽ നിന്ന് തന്നെയാണ് തോമസ് അപ്പോസ്തലൻ ഇത്തരം ഒരു കരുത്ത് നേടിയത്. Jesus also took risk. യേശു എല്ലായ്പ്പോഴും വെല്ലുവിളികളെ സധൈര്യം നേരിട്ടവനാണ്. He was accused left, right and center. എല്ലാ വശത്തു നിന്നും യേശുവിനെ വിവിധ തരത്തിൽ ആരോപണങ്ങളാൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചിരുന്നു. In the Gospel according to St. Mark, chapter 2, verses 15 and 16, Mark chapter 2, verses 15 and 16, Jesus was in the house of Levi, and people said, "Your master is eating with tax collectors and sinners." വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ യേശുവിനെതിരെയുള്ള ഒരു ആരോപണ ശരം നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ ലേവിയുടെ വീട്ടിൽ ചുങ്കക്കാരോടും പാപികളോടും ഒപ്പം ഭക്ഷണം കഴിക്കുന്നു, പന്തിയിലിരിക്കുന്നു എന്നതാണ് കർത്താവിനെതിരെയുള്ള ആരോപണം. He did not stop. He continued to do that. He also went to Zacchaeus' house. എന്നാൽ കർത്താവ് തൻ്റെ പ്രവർത്തനം ഈ പാപികൾ എന്ന് പറയുന്നവരോടുള്ള ചുങ്കക്കാരോടൊപ്പമുള്ള തൻ്റെ സഹവാസവും പന്തിഭോജനവും അവിടെ അവസാനിപ്പിച്ചില്ല, അത് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് സഖായുടെ വീട്ടിലും ചെല്ലുവാനും പന്തിഭോജനത്തിൽ പങ്കുചേരുവാനും കർത്താവ് ധൈര്യം കാട്ടി. In Luke chapter 7, we see Jesus being invited to a meal in the house of a Pharisee. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പരീശന്മാരുടെ ഭവനത്തിൽ ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെടുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന യേശുവിനെ നാം കാണുകയാണ്. There is a person who came and anointed Jesus' feet with her tears and wiped his legs with her hair. തൻ്റെ കണ്ണുനീരുകൊണ്ട് കർത്താവിൻ്റെ കാലുകൾ കഴുകി തലമുടി കൊണ്ട് കാലുകൾ തുടയ്ക്കുന്ന ഒരു വ്യക്തിയെ നാം അവിടെ കാണുന്നു. Luke chapter 7 verse 39, they say if this man was a prophet, he would have already known what kind of a woman this woman is. 39-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് പറഞ്ഞു. Jesus did not care. എന്നാൽ യേശു അതിനൊന്നും ചെവി കൊടുത്തില്ല. Jesus did not worry about his reputation. തന്നെ പറ്റിയുള്ള തൻ്റെ പേരിനെ പറ്റിയോ ഒന്നും കർത്താവിന് അശേഷം പോലും ഒരു പ്രത്യേകതയുമില്ലായിരുന്നു. അതിനെപ്പറ്റി കർത്താവ് അത് ഗണ്യമാക്കിയതേയില്ല. Jesus took the risk to be accessible to everyone, irrespective of who they are. ആരെന്ന് ഉള്ള വ്യത്യാസമില്ലാതെ ഏവർക്കും സമീപസ്ഥനായി തീരുവാൻ തക്കവണ്ണം യേശു സന്നദ്ധനായിരുന്നു. Jesus healed the sick. അവൻ രോഗികളെ സൗഖ്യമാക്കി. He healed the sick even on a Sabbath. ഒരു ശബത്ത് ദിനത്തിൽ പോലും യേശു രോഗികളെ സൗഖ്യമാക്കുന്നതിൽ നിന്ന് മാറി നിന്നില്ല. The administration made a rule saying if you want to be healed, do it in any other day. Why on a Sabbath? അധികാരികൾക്ക് പറയാനുള്ളത്, നിനക്ക് രോഗികളെ സൗഖ്യമാക്കണമെങ്കിൽ 6 ദിവസമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ശബത്തിൽ തന്നെ സൗഖ്യമാക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? Jesus said, if any of you had an animal and if it falls into a well, will you not pick it out on a Sabbath? നിങ്ങൾക്ക് ഒരു മൃഗമുണ്ട്, അത് ശബത്ത് ദിവസത്തിൽ ഒരു കുഴിയിൽ വീണാൽ നിങ്ങൾ അന്ന് അതിനെ രക്ഷിക്കുകയില്ലയോ? Jesus dared to take the risk. വെല്ലുവിളികളെ സധൈര്യം നേരിടുവാൻ കർത്താവ് സന്നദ്ധത കാട്ടി. Before he was standing, when he was standing before the high priest,
മഹാപുരോഹിതന്റെ മുൻപിൽ നിൽക്കുമ്പോൾ people accuse saying he calls himself as the Son of God. മറ്റുള്ളവർക്ക് കർത്താവിനെതിരെ ആരോപണം ഉന്നയിക്കാനുള്ളത് ഇവൻ ദൈവപുത്രൻ എന്ന് തന്നെത്താൻ വിശേഷിപ്പിച്ചു എന്നതാണ്. Before Pilate, he was accused as saying he claims to be the king of the Jews. യഹൂദന്മാരുടെ രാജാവെന്ന് ഇവൻ അവകാശപ്പെട്ടു എന്ന് പീലാത്തോസിന്റെ മുൻപിൽ യേശുവിനെ പറ്റി അവർ ആരോപണം ഉന്നയിക്കുന്നു. If you are a tree that bears good fruit, there will be a lot of stones thrown. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമെങ്കിൽ ആ വൃക്ഷത്തിന് അനവധി കല്ലുകളും സ്വീകരിക്കേണ്ടി വരും. But Jesus always stuck his head out. He took risks. He believed that his task was to heal, to preach, and to make people whole. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് യാതൊരു സന്ദേഹവുമില്ലായിരുന്നു. വ്യക്തമായി തൻ്റെ ദൗത്യം എന്തെന്ന് യേശു തിരിച്ചറിഞ്ഞു. രോഗികളെ സൗഖ്യമാക്കുവാനും മാറ്റി നിർത്തപ്പെട്ടവരോട് ചേർന്ന് പന്തിഭോജനത്തിൽ പങ്കുചേരുവാനും കർത്താവ് സന്നദ്ധത കാട്ടി, അതിന് ധൈര്യം കാട്ടി. ആർക്കും അവനെ തടുക്കുവാൻ കഴിഞ്ഞില്ല. And therefore I am led to think that this man, Thomas the disciple, when he was not behind closed doors, was fearless, took the risk, was outside. അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാവുന്നത് ഈ തോമസ് അപ്പോസ്തലൻ ഭയം നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിലും അവൻ അടച്ച മുറിക്കുള്ളിൽ വാതിലടച്ചിരിക്കാതെ ധീരനായി പുറത്തേക്കിറങ്ങി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ്. You have shining examples of people from your church who have taken the risk. ഇത്തരം വെല്ലുവിളികളെ ഏറ്റെടുക്കുവാൻ ധൈര്യം കാട്ടിയ അനേകർ ഈ സഭയുടെ ഭാഗമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. Who have taken the risk to stick their head out. ഈ പ്രശ്ന സങ്കീർണമായ അനുഭവത്തിലേക്ക് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചതിൻ്റെ മധ്യത്തിൽ തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ച അനേകർ ഈ സഭയുടെ അംഗങ്ങളുണ്ട്. And they did so for the sake of the common people and for common good. അത് സാധാരണക്കാർക്കും എല്ലാവർക്കും വേണ്ടിയും പൊതുപ്രയോജനത്തിനും വേണ്ടിയാണ് അവർ അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. We can remember people like Yohanan Marthoma, Metropolitan Thirumeni, who stood up against the establishment in the years of the emergency. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തുവാൻ ധൈര്യം കാട്ടിയ യോഹന്നാൻ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി. We can talk about lay theologians like Dr. M.M. Thomas, who was a specialist in introducing us to public witness. പൊതുസമൂഹത്തിലുള്ള ക്രൈസ്തവ സാക്ഷ്യത്തിന് വേണ്ടി ഞങ്ങളെയൊക്കെ പ്രചോദിപ്പിക്കുവാൻ തക്കവണ്ണം അത്തരത്തിലുള്ള ഏറ്റവും ഔന്നത്യമുള്ള ദൈവശാസ്ത്ര ചിന്തകനായിരുന്നു ഡോക്ടർ എം എം തോമസ്. There are stories about M.A. Thomas Achan, also during periods of emergency, helping people who stood up against the regime. അന്നത്തെ ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്താൻ ധൈര്യം കാട്ടിയവരെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സംരക്ഷണ കവചമൊരുക്കുകയും ചെയ്ത എം എ തോമസ് അച്ഛനെ പോലെയുള്ളവർ ഉണ്ട് എന്ന് ഞാൻ പരാമർശിക്കുകയാണ്. Not only in that one context, but in several other contexts continuously, we have shining examples of people like yourselves who have stood up for Jesus, for common good and for the common people. അത്തരമൊരു സാഹചര്യത്തിൽ മാത്രമല്ലാതെ വിവിധ ഇടങ്ങളിൽ സാധാരണക്കാർക്ക് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ശബ്ദമുയർത്തുവാനും സന്നദ്ധരായി ധൈര്യം കാട്ടിയ അനേകരുണ്ട്. അവരൊക്കെ ഈ സഭയുടെ ഭാഗമായിട്ടുള്ളവരുണ്ട്. You are the heritage of a great reformation. ഒരു വലിയ നവീകരണത്തിൻ്റെ പൈതൃകം ഉള്ളിലുള്ളവരാണ് ഈ സഭ. It is your turn now to stand up and deliver. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ പൈതൃകത്തെ ആഘോഷിക്കുവാനും അതിനെ പ്രത്യേകമായി പ്രവർത്തിക്കുവാനുമുള്ള ഏറ്റവും അനുഗ്രഹീതമായ ഒരു നിമിഷമാണിത്. It's your turn to see where you need to take risks. എവിടെയൊക്കെയാണ് നിങ്ങൾ നിലപാടുകൾ എടുക്കേണ്ടത്, എവിടെയൊക്കെയാണ് നിങ്ങൾ വെല്ലുവിളികൾ സ്വീകരിക്കാൻ സന്നദ്ധരാകേണ്ടത് എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലമാണിത്. If you have to do something for common people and common good, and if it is going to be risky, remember Jesus our Lord and Thomas his disciple. എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ചാഞ്ചല്യമുണ്ടാകുകയാണെങ്കിൽ, ഇതിനെപ്പറ്റി സന്ദേഹമുണ്ടാകുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ യേശു കർത്താവിനെയും തോമസ് അപ്പോസ്തലനെയും അവർ ഏറ്റെടുത്ത വെല്ലുവിളികളെയും ഓർക്കുക. You probably know the saying, if you are in step with God, you will certainly be out of step with the world. ഇപ്രകാരം പറയാറുണ്ട്, നിങ്ങൾ കർത്താവിനോടൊപ്പമാണെങ്കിൽ, നിങ്ങളുടെ ചുവട്ടടികൾ കർത്താവിനോട് കൂടെയാണെങ്കിൽ പലപ്പോഴും അത് ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്ന്.
We must be prudent. നാം വളരെ ബുദ്ധിയോടെ പ്രവർത്തിക്കേണ്ടവരാണ്. We must be sensitive. നാം വളരെ ആലോചനയോടും സംവേദനക്ഷമയോടും തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. We must create ownership among all stakeholders before we take the risk. തീർച്ചയായും വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് മുൻപ് അതിൽ പങ്കാളികളായ എല്ലാവരെയും അതിൻ്റെ ഭാഗമാക്കിയ ശേഷം മാത്രമാണ് നാം മുൻപോട്ട് നീങ്ങേണ്ടത്. Jesus did that. He trained his disciples and together they ministered. യേശു കർത്താവ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. തൻ്റെ ശിഷ്യന്മാരെ താൻ ഏറ്റെടുക്കുന്ന നിലപാടുകൾ ഏറ്റെടുക്കുവാൻ വേണ്ടി അവരെ സജ്ജരാക്കി, അവർക്ക് പരിശീലനം നൽകി, അവരോടൊപ്പം ആ നിലപാടുകൾ ഏറ്റെടുത്തു. Secondly, രണ്ടാമതായി we see Thomas the disciple, a determined Thomas. രണ്ടാമതായി നാം തോമസിൽ കാണുന്നത് നിശ്ചയദാർഢ്യമുള്ള തോമസ് അപ്പോസ്തലനെയാണ്. Firstly, we saw a daring Thomas. ഒന്നാമതായി നാം കണ്ടത് ധൈര്യശാലിയായ തോമസിനെയാണ്. And now, a determined Thomas. രണ്ടാമതായി നിശ്ചയദാർഢ്യമുള്ള തോമസ് അപ്പോസ്തലൻ. In chapter 20 of St. John's Gospel, verse 25, we read like this. 25 വാക്യം, യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 25 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. The disciples told him, "We have seen the Lord." മറ്റു ശിഷ്യന്മാർ ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. Thomas said, "Sorry, unless I see the mark of the nails on his hand, unless I put my finger into the place where the nails were, and my hands into his side, I will not believe." എന്നാൽ തോമസിന് പറയാനുള്ളത് ഇപ്രകാരമാണ്: ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. Thomas, Jesus' disciple, was determined that if there was a resurrection, if Jesus rose from the dead, if there was power of life over death, I want to see it, I want to touch it. തോമസിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു തീരുമാനം തോമസ് എടുത്തു. ഒരു പുനരുദ്ധാനം സംഭവിച്ചുവെങ്കിൽ, മരിച്ചവരിൽ നിന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും എനിക്കും അത് കണ്ടേ മതിയാകൂ. Yes, believing without seeing is important and written here as something good. കാണാതെ വിശ്വസിക്കുക എന്നത് തീർച്ചയായും നല്ലത് തന്നെയാണ്. ഇവിടെ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Thomas the disciple said, "If there is power, I want to touch it and see it." എന്നാൽ തോമസിന് പറയാനുള്ളത്, യഥാർത്ഥമായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ എനിക്ക് ആ കർത്താവിനെ ഒന്ന് സ്പർശിക്കണം. If there is something metaphysical, spiritual, supernatural, എന്നാൽ എൻ്റെ ബുദ്ധിക്ക് അതീതമായ അഭൗമികമായ ആത്മീകമായത് ഉണ്ടെങ്കിൽ, it has to start from the physical. അത് ആരംഭിക്കേണ്ടത് ഭൗതികതയിൽ നിന്നാണ്, ഭൗതികമായതിൽ നിന്നാണ് അഭൗമികതയിലേക്കും ആത്മീയതയിലേക്കും നീങ്ങേണ്ടത് എന്ന ഒരു വിശ്വാസക്കാരനായിരുന്നു തോമസ്. It is also said that without a wall there can be no painting. ചുവരില്ലാതെ ചിത്രം എഴുതുവാൻ കഴിയുകയില്ലല്ലോ. Seeing is believing. കാണുന്നത് നിശ്ചയമായും വിശ്വാസം തന്നെയാണ്. And also for the carrier of this heritage, Thomas the disciple, seeing was believing. തോമസിനെ സംബന്ധിച്ച് ഈ വലിയ വിശ്വാസ പൈതൃകം, അതിൻ്റെ വാഹകനായ തോമസിനെ സംബന്ധിച്ച് കാഴ്ച എന്നതാണ് അവനെ വിശ്വാസത്തിലേക്ക് നയിച്ചത്. I am grateful to God and affirm the ministries of the Marthoma Church. ഈ മാർത്തോമാ സഭയുടെ വിവിധ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. How you have demonstrated, because of your Christian discipleship, the power of life over death in the life of cancer patients. ക്യാൻസർ രോഗികളുടെ ജീവിതത്തിൽ മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവന്റെ അനുഭവത്തെ പങ്കുവയ്ക്കുവാൻ നിങ്ങൾ അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകമായി ശ്ലാഘിക്കുകയാണ്. I want to recognize and affirm and acknowledge your initiatives of the power of life over death in the life of kidney patients. കിഡ്നി സംബന്ധമായ രോഗത്തിൽ കൂടി കടന്നു പോകുന്നവരുടെ ജീവിതത്തിൽ അവരുടെ രോഗത്തിനപ്പുറത്തുള്ള സൗഖ്യത്തിൻ്റെയും ജീവന്റെയും ശക്തിയെ തിരിച്ചറിയുവാനുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുകയാണ്. In the context of the homeless,
You have projects of building homes. ഭവനരഹിതരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, അവർക്ക് ഭവനം നിർമ്മിച്ചു നൽകുവാനുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്രയും ശ്രദ്ധേയമാണ്. May God continue to bless you, give you new visions, and lead you in the path of affirmation of life over death. മരണശക്തികൾക്ക് മുകളിലുള്ള ജീവന്റെ ശക്തിയെ, ജീവനെ ആഘോഷിക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നേറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തുടർന്നും ശക്തീകരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.